ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ വെള്ളം പൊങ്ങുമ്പോൾ എന്ന കവിതാഭാഗമാണ്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. മാപ്പിളപ്പാട്ടുകൾ എഴുതുന്ന മലപ്പുറം ജില്ലയിലെ പ്രശസ്ത കവി ശ്രീ പുലിക്കോട്ട് ഹൈദർ എഴുതിയ വെള്ളപ്പൊക്കമാല എന്ന കൃതിയിൽ നിന്നും എടുത്ത വെള്ളം പൊങ്ങുമ്പോൾ എന്ന കവിതാ ഭാഗമാണ് നമ്മൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. കവിത ടീച്ചറും കുട്ടികളും ഈണത്തോടെ താളത്തോടെ മാപ്പിളപ്പാട്ടിന്റെ ശൈലിയിലാണ് പാടേണ്ടത്. പേജ് നമ്പർ 35 കവിത നമുക്ക് ഈണത്തോടെ ചൊല്ലാം, താളമിട്ട് ചൊല്ലാം. മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിൽ. ഉണ്ടനർത്ഥം കേരളം മറ്റു പുരികളെല്ലാം ഉണ്ണിയാലതിന്നോരു കയ്യും കണക്കുമില്ല. വിണ്ടതു കൊണ്ടെന്റെ കേരളത്തിൽ വന്നേ നാശം. വിണ്ണിടുവാൻ മാത്രമേ ഉള്ളൂ എനിക്കുദ്ദേശം. കുണ്ടിടിഞ്ഞ് ആളപായം വന്ന് അട്ടപ്പാടി കൂറുവാൻ കുറ്റാടിയും ജബൽ ഉതിർന്ന് ചാടി. അണ്ടെ പോലെ നാടുകാണി വീണിടിഞ്ഞു കൊണ്ടേ അങ്ങുമിങ്ങും പോക്കും വരവും മുടങ്ങിയിട്ടുണ്ടേ. ഉണ്ണുവാൻ കേക്കൻ മലയിൽ നിന്നു വന്ന പാമ്പ് ഒഴുകിയങ്ങോരു മരത്തിമ്മൽ അടിച്ചു കേമ്പ്. പിന്നെ വന്നു ഊക്കനായോരോ മുതല പൊങ്ങി വീണൊലിച്ച് പോണ പോത്തും കുട്ടിനെ വീഴുങ്ങി. ഊറുവാൻ കടൽക്കരക്കുണ്ടായിടൈ ഉപദ്രം. കോപമായി വെള്ളം അടിച്ച് കേറ്റിടൈ സമുദ്രം. മോറിയൂറ്റിയ വിധം തേരുവിതാം കൂറെല്ലാം മൂടിക്കൊല്ലത്തും പറയാൻ ഉണ്ടനേകം തൊല്ല. തന്റെ പ്രദേശത്തുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ രൗദ്രഭാവമാണ് കവിതയിലൂടെ കവി വരച്ചു കാട്ടുന്നത്. ശ്രീ പുലിക്കോട്ടിൽ ഹൈദർ അറിയപ്പെടുന്നത് മാപ്പിളപ്പാട്ട് ശാഖയിലെ കുഞ്ചൻ നമ്പ്യാർ എന്നാണ്. വളരെ ലളിതമായ ഭാഷയിൽ ആണ് അദ്ദേഹം തന്റെ കവിതകൾ എഴുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ പ്രേമകല, സർക്കീട്ട് പാട്ടുകൾ, വെള്ളപ്പൊക്കമാല, മറിയക്കുട്ടിയുടെ കാത്തുപാട്ട് എന്നിവയാണ്. മനുഷ്യരനുഭവിക്കുന്ന ദുരിതം, കരുണ, മാനവികത എല്ലാം അദ്ദേഹം തന്റെ കവിതയിലൂടെ വരച്ചു കാട്ടുകയാണ് ഇവിടെ. പ്രകൃതി ദുരന്തം പോലെയുള്ള സംഭവങ്ങൾ മനുഷ്യരെ ഒരുമിപ്പിക്കാനും മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങൾ ഓർമ്മപ്പെടുത്താനും കാരണമാകുന്നു എന്നാണ് പുലിക്കോട്ടിൽ ഹൈദർ ഈ കവിതയിലൂടെ നമ്മളോട് പറയുന്നത്. മനുഷ്യൻ മതം, ജാതി, സമ്പത്ത് എന്നിവയെ മറികടന്ന് സഹജീവികളെ സഹായിക്കണമെന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. മനുഷ്യ ജീവിതത്തിലെ കഷ്ടതകളുടെയും ദുരന്തങ്ങളുടെയും പൊങ്ങലായിട്ടാണ് ഇവിടെ വെള്ളപ്പൊക്കത്തിനെ അദ്ദേഹം കാണുന്നത്. വെള്ളം പൊങ്ങുമ്പോൾ മനുഷ്യരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് തകരുന്നത്. ജീവിതത്തിന്റെ അസ്ഥിരതയെയും ഭീതിയെയും ഇവിടെ കവി ചൂണ്ടിക്കാണിക്കുന്നു. ഉണ്ടനർത്ഥം കേരളം മറ്റു പുരികളെല്ലാം ഉണ്ണിയാൽ അതിനൊരു കയ്യും കണക്കുമില്ല. വിണ്ടതുകൊണ്ടെന്റെ കേരളത്തിൽ വന്നേ നാശം. വിള്ളിടുവാൻ മാത്രമേ ഉള്ളൂ എനിക്കുദ്ദേശം. വിള്ളിടുവാൻ, പറയുവാൻ മാത്രമേ ഉള്ളൂ എനിക്കുദ്ദേശം. അതായത് കേരളത്തിൽ നാശം സംഭവിച്ചു. വെള്ളം പൊങ്ങിയപ്പോൾ പുരികളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതിനൊരു കയ്യും കണക്കുമില്ല, ഒരു എണ്ണമില്ല. അത്രയും നാശനഷ്ടങ്ങളാണ് വെള്ളം വരുത്തിവെച്ചത്. കുണ്ടിടിഞ്ഞ് ആളപായം വന്നിരിക്കുന്നു അട്ടപ്പാടിയിൽ. മണ്ണാർക്കാടിന്റെ അപ്പുറത്തുള്ള അട്ടപ്പാടി മലനിരകളിൽ കുണ്ടിടിഞ്ഞ് ആളപായം വന്നു. ആൾക്കടക്കം ആപത്ത് വന്നു. കൂറുവാൻ എന്ന് പറയുമ്പോൾ പറയുവാൻ, കുറ്റിയാടിയും ജബൽ ഉതിർന്ന് ചാടി. പുഴയാണ് പറയുന്നത്. ജബൽ ഉതിരുക എന്ന് പറയുമ്പോൾ പർവ്വതം പോലെ, ജബൽ എന്ന് പറയുമ്പോൾ പർവ്വതം അല്ലെങ്കിൽ കുന്ന് ഉതിർന്നു ചാടുക എന്ന് പറയുമ്പോൾ അത്രയും വെള്ളത്തിന്റെ ആ ഒരു രൂക്ഷത ആണ് അവിടെ പറയുന്നത്. ഉതിർന്നു ചാടുകയാണ് ചെയ്യുന്നത്.
അണ്ടേ പോലെ നാടുകാണി വീണിടിഞ്ഞു കൊണ്ടേ. നാടുകാണി ചുരം വീണിടിഞ്ഞ് അവിടെയും പ്രശ്നങ്ങളാണ്. അങ്ങും ഇങ്ങും പോക്കും വരവും മുടങ്ങിയിട്ടുണ്ട്. ആളുകൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ സാധിക്കുന്നില്ല. കിഴക്കൻ മലയാണ് കേക്കൻ മല എന്ന് പറയുന്നത്. കിഴക്കൻ മലയിൽ നിന്ന് വന്ന ഒരു പെരുമ്പാമ്പ് ഒഴുകി അങ്ങൊരു മരത്തിന്മേൽ അടിച്ചു. കേമ്പ് പറഞ്ഞാൽ അങ്ങനെ ശക്തമായി പാമ്പിനെ വെള്ളം കൊണ്ടുവന്ന് അടിച്ചു കയറ്റുകയാണ്. പിന്നെ വന്ന് ഊക്കനായൊരു മുതല പൊങ്ങി. പിന്നെ വെള്ളത്തിൽ ഒലിച്ചു വരുന്നത് മുതലയാണ്. പെരുമ്പാമ്പും മുതലയും ഒക്കെയാണ് വെള്ളത്തിൽ ഒലിച്ചു വരുന്നത്. വീണൊലിച്ചു പോണ പോത്തുംകുട്ടിനെ വിഴുങ്ങി. അപ്പോൾ മുതല എന്ത് ചെയ്തു? ഒലിച്ചു പോണ പോത്തുംകുട്ടിയെ വിഴുങ്ങുകയാണ് ചെയ്തത്. കൂറുവാൻ കടൽക്കരെ കുണ്ടായിടൈ ഉപദ്രം. കടലിന്റെ തീരത്തെല്ലാം ഉപദ്രവങ്ങളാണ്. കോപമായി വെള്ളം അടിക്കുകയാണ്. ഭയങ്കര ശക്തിയിൽ വെള്ളം അടിച്ചു കയറുകയാണ് സമുദ്രം പോലെ. മോറിയോറ്റിയ വിധം തിരുവിതാംകൂറെല്ലാം മൂടി. തിരുവനന്തപുരം മൊത്തം മൂടി. കൊല്ലത്തും പറയാനുണ്ട് അനേകം തൊല്ല പറഞ്ഞ ഉപദ്രവങ്ങൾ, മഴയുടെ ഉപദ്രവങ്ങൾ. അപ്പോൾ കേരളം മൊത്തം നടന്ന ആ വെള്ളപ്പൊക്കത്തിൽ നടന്ന ദുരന്തങ്ങളാണ് കവി ഇവിടെ വരച്ചു കാട്ടുന്നത്. ഒപ്പം വെള്ളം പൊങ്ങിയപ്പോൾ ഉണ്ടായ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും കൂടി കവി ഇവിടെ പങ്കുവയ്ക്കുന്നു. പാഠഭാഗം കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂട്ടുകാർ ചെയ്യുമല്ലോ. എല്ലാവരും ചേർന്ന് താളമിട്ട് പാടാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനെ കുറിച്ചാണ് പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. വെള്ളപ്പൊക്കത്തെക്കുറിച്ച് തന്നെ. പിന്നെ കൂടുതൽ രസകരമായി തോന്നിയ വരികൾ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാട്ടിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെള്ളപ്പൊക്കം വരുത്തി വെച്ച ദുരന്തങ്ങളാണ് കൂട്ടുകാരവിടെ ചർച്ച ചെയ്യേണ്ടത്. പിന്നെ അക്ഷരചന്തം എന്ന ഭാഗമുണ്ട്. അതേപോലെ അക്ഷരചന്തമുള്ള വരികൾ കൂട്ടുകാർ കണ്ടുപിടിക്കുക. ഇനി കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം ശീതങ്കം തുള്ളലാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. കല്യാണ സൗഗന്ധികം ശീതങ്കം തുള്ളലാണ് കുഞ്ചൻ നമ്പ്യാരുടെ അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്കിങ്ങനെ പാടാം. കല്ലോലജാലം കളിക്കുന്ന കണ്ടു, കമലമണി നിറമുടയ കമലമധു കണ്ടു, കല്യാണിമാരും കുളിക്കുന്ന കണ്ടു, പൊലിമയോടു ചടുല ജല വടിവുമതു കണ്ടു, അന്നങ്ങളങ്ങു പറക്കുന്ന കണ്ടു, അനവരതം അവരുടയ നടനമതു കണ്ടു. അക്ഷരങ്ങളുടെ ആവർത്തനവും അക്ഷരസ്ഫുടതയും അതിന്റെ ഭംഗിയുമാണ് ഇത്തരം കവിതകൾ കൂട്ടുകാർ കണ്ടുപിടിക്കുമല്ലോ. പിന്നെ മോയിൻകുട്ടി വൈദ്യരുടെ മാപ്പിളപ്പാട്ട് മുല്ലപ്പൂഞ്ചോലയിൽ മോളുന്ന വണ്ടേ, മാനിമ്പം മാനിമ്പം തേനുണ്ടോ അണ്ടേ. പി.ടി. അബ്ദുറഹ്മാന്റെ കുറച്ച് വരികളുണ്ട്. നെൽവയൽ മുട്ടിയ കാറ്റുവന്ന് അല്ലലിൽ നിങ്ങളെ തഴുകാറുണ്ടോ, കുഞ്ഞു കിടാങ്ങളും ഭാര്യയും നിങ്ങളുടെ പൊന്നുങ്കിനാവിൽ വന്നെത്താറുണ്ടോ, വേർപ്പുകൾ പൊൻപണമാക്കിയിടുമ്പോൾ മലയാള മണ്ണിനെ ഓർക്കാറുണ്ടോ, വീർപ്പുകൾ ഓരോന്നും നാട്ടിലെത്താനുള്ള പ്രാർത്ഥന ഉള്ളിൽ നടത്താറുണ്ടോ. പിന്നെ വിവിധ തരം പാട്ടുകൾ ശേഖരിച്ച് ക്ലാസ്സിൽ ഒരു പാട്ടരങ്ങ് നടത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തെന്തു പ്രയോഗങ്ങൾ, അവിടെ മോറി ഊറ്റിയ വിധം തിരുവിതാംകൂർ എല്ലാം. അടിവരയിട്ട പദം ശ്രദ്ധിക്കൂ. അതായത് മോറി ഊറ്റിയ വിധം, മോറുക, ഊറ്റുക എന്നിവ നാട്ടുഭാഷാ പദങ്ങളാണ്. ഇതുപോലെ മറ്റു പദങ്ങൾ പാട്ടിലുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ പാട്ട് കൂട്ടുകാർ 2 or 3 തവണ വായിച്ച് അത്തരം പദങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങും ഇങ്ങും പോക്കും വരവും ഒക്കെ നാട്ടിൽ പറയുന്ന പദങ്ങളാണ്. സിനിമകൾ ഉൾപ്പെടുത്തി സ്കൂളിൽ ഒരു ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ ഒരു ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുമല്ലോ.